1951-ലെ ഒരു സാധാരണ രാവിലെ ഒരു കാൻസർ രോഗിയുടെ സാമ്പിൾ അമേരിക്കയിലെ ജോൺസ് ഹോപ്കിൻസ് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് അയക്കും എന്ന കുറിപ്പോടെ ഫയലുകൾക്കിടയിൽ കിടന്നു. ആ റിപ്പോർട്ട് ആരും ശ്രദ്ധിച്ചില്ല. ഡോക്ടർമാർക്കും നഴ്സുകൾക്കും ഇത് ഒരു സാധാരണ രോഗിയുടെ കേസ് മാത്രമായിരുന്നു. പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു ചെറിയ കോശം സാധാരണയല്ലായിരുന്നു. അതേ ദിവസം വൈകുന്നേരം യുവ ഗവേഷകൻ ജോർജ് ഓട്ടോ ഗേ സാമ്പിൾ നോക്കുമ്പോൾ അവൻ ആശയക്കുഴപ്പത്തിലായി. മറ്റെല്ലാ മനുഷ്യ കോശങ്ങളും ചില ദിവസങ്ങളിൽ തന്നെ മരിക്കും, പക്ഷേ ഇവ മരിക്കുന്നില്ല, വളരുന്നു, വീണ്ടും വളരുന്നു, അവസാനം ഇല്ലാത്ത പോലെ. ഗേ നിശബ്ദമായി പറഞ്ഞു, ഇവയ്ക്ക് മരണമില്ല, ഇവ ജീവിയെ മറികടക്കുന്ന ഒന്നാണ്. അന്നേ ദിവസം മനുഷ്യചരിത്രം അറിഞ്ഞതിൽ ഏറ്റവും അസാധാരണമായ കണ്ടുപിടുത്തം ജനിച്ചു. ശേഷം ലോകം കണ്ടത് ഒരു കോശം മാറ്റിയ വിപ്ലവം. കോശങ്ങളിലൂടെ പോളിയോ വാക്സിൻ ആദ്യമായി വിജയിച്ചു. DNA മാപ്പിംഗ് സാധ്യമായി. സ്പേസ് ബയോളജി പരീക്ഷണം മനുഷ്യനു വേണ്ടി തുറന്നു. ക്യാൻസർ ട്രീറ്റ്മെന്റ്, ജീൻ തെറപ്പി, IVF റിസർച്ച് എല്ലാം ശക്തിയായി മുന്നേറി. അവയൊക്കെ സാധ്യമായത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ശാന്തമായി ലോകത്തേക്ക് പുറപ്പെട്ട ഒരു ചെറുകോശം കൊണ്ട്. ഇനി ഇതുപോലെ അത്ഭുതങ്ങളും രഹസ്യങ്ങളുമുള്ള ശാസ്ത്രകഥകൾ കേൾക്കാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സഹായിക്കണേ. ഈ കഥയിലെ നായകന്റെ പേരാണ് ജോർജ് ഓട്ടോ ഗേ.